So, dear students, in this class, let us learn about the objectives of scientific research. Actually, research in chemistry is broadly divided into two classes, basic research and applied research. The main objective of basic research in chemistry is to gain more comprehensive knowledge or understanding in a selected field of interest in chemistry. It can be described as gathering knowledge for knowledge's sake. This includes description, explanation, and prediction of the occurrence of phenomenon, description, explanation, and prediction about the relationship between phenomena. രണ്ട് തരത്തിലുള്ള റിസർച്ച് ഉണ്ട്, ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അറിവ് ഉണ്ടാക്കുക, അതായത് ആ സബ്ജക്റ്റിനെ ഒന്നും കൂടി വലുതാക്കുക. അതായത് എന്തെങ്കിലും ഒരു ഫിനോമിനൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിഭാസം നടക്കുന്നതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക, അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുക. അതായത് മെയിനായിട്ട് തിയറി പാർട്ടിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ബേസിക് റിസർച്ച് എന്ന് വിളിക്കും. ആപ്ലിക്കേഷൻ പാർട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പാർട്ടിലേക്കാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ അപ്ലൈഡ് റിസർച്ച് എന്ന് വിളിക്കും. So the main objective of applied research in chemistry is to gain knowledge as to the means by which specific recognized needs may be met in fields related to chemistry. It can be described as gathering knowledge for the sake of application in fields related to chemistry. This includes discovering new phenomena and producing new materials which are beneficial for better living conditions and advancement in various fields such as industry, technology, and medicine. Also discovering solutions for some of the pressing practical problems in fields such as industry, medicine, and environmental protection. ഞാൻ പറഞ്ഞ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഗുണം മനുഷ്യന് സമൂഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിസർച്ച്, അതിനെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് വിളിക്കുക. അതായത് ഫിനോമിനൻ, ഒരു പ്രതിഭാസം നമ്മൾ കണ്ടെത്തുന്നു, ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്തുന്നു, അതിനെ നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അസുഖം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, ടെക്നോളജി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പൊ പോളിമേഴ്സ് ഒത്തിരി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിത നിലവാരം കൂട്ടാനും വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അതായത് ഒരു മെറ്റീരിയലിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അത് മറികടക്കാൻ പറ്റിയ അടുത്ത മെറ്റീരിയലിന്റെ റിസർച്ചിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് എന്താ പറയാ, ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയാവുന്നതാണ്. അതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് വിളിക്കുക. അവിടെ നിന്നാണ് നമുക്ക് പല പുതിയ പ്രോഡക്ട്സും ഉണ്ടാക്കി കിട്ടുന്നത്. Now let us discuss the steps in research. The essential steps in chemical research are discussed. The first step is select and define the research problem. Second is review concepts, theories, and previous research findings. It's also called review the literature. Third step is formulate hypothesis. The fourth step is design research. And the fifth step is collect data, conduct experiments. Next step is analyze data. And the final step is interpret and report the data. ഈ ഓരോ സ്റ്റെപ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായിരിക്കും ഇതിൽ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സെലക്ടിങ് ദ റിസർച്ച് ടോപ്പിക് ആൻഡ് ഡിഫൈനിങ് ദ റിസർച്ച് പ്രോബ്ലം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ടോപ്പിക് എന്താന്ന് കണ്ടെത്തണം, എന്നിട്ട് റിസർച്ച് പ്രോബ്ലം എന്താന്ന് ഡിഫൈൻ ചെയ്യുക, ഡെഫിനിഷനിലേക്ക് എത്തുക. ഇപ്പൊ റിസർച്ച് ടോപ്പിക് എന്താന്ന് കണ്ടെത്തണമെങ്കിൽ ഒത്തിരി വായന വേണ്ടി വരും. അപ്പൊ ഒത്തിരി നമ്മൾ വായിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ എന്താന്ന് കണ്ടെത്താനുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്യമം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് റിസർച്ച് ടോപ്പിക് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ റിസർച്ച് പ്രോബ്ലം, നമ്മുടെ മനസ്സിൽ വന്ന ക്വസ്റ്റ്യൻ എന്താന്ന് റിസർച്ച് പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. A research topic is first chosen on the basis of a research basic curiosity about an observed phenomena and a perusal of the results of previously conducted research in peer-reviewed journals. അതായത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല എന്ന് ഇരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പല ജേർണലുകൾ, പല ബുക്കുകൾ, സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് റിസർച്ച് പ്രോബ്ലം ആയിട്ട് വരുന്നത്. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് റിവ്യൂവിംഗ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ.
A literature review in the selected topic area helps researchers become familiar with the concepts and theories in the area as well as with the work that has already been conducted. അതായത് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ ഉദിച്ച ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്, വെബ്സൈറ്റുകൾ ഇതൊക്കെ നമ്മൾ നോക്കി വായിക്കണം, കണ്ടെത്തി വായിക്കണം. അപ്പൊ അതിൽ എത്രത്തോളം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം വന്നിട്ടുണ്ട്, എവിടം വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിലാണ് അറിവുള്ളത്, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അറിവില്ലാത്ത എന്താ പറയുക ഇരുണ്ട ഭാഗം അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും ഗവേഷണം നടത്തി അവിടെ ഒരു വാതിൽ തുറന്നിടാൻ നമുക്ക് പറ്റും. Third step is formulating hypothesis. Hypothesis is done after the survey of relevant literature and learning the present status of the field of research. A hypothesis is a testable proposition, an educated guess that subsequent experimentation will attempt to prove, that tries to explain, predict, and explore the phenomenon under study. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗെസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ ആണ്, ഒരു സപ്പോസിഷൻ ആണ്, ഒരു ഊഹോബോഹം എന്ന് പറയും. ഊഹിക്കുക, ചുരുക്കി പറഞ്ഞ ഊഹിക്കുക, എന്തെങ്കിലും നമ്മൾ ഒരു ഊഹിച്ചെടുക്കുക, ഇങ്ങനെയായിരിക്കും സംഭവിക്കാന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറെ വായിച്ചിട്ടുണ്ടാവണം. വായിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് ഈ ഫിനോമിനൻ നടക്കുന്നത്, ഈ പ്രതിഭാസത്തിന്റെ റീസൺ ഇതാണെന്ന് നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാണ്. എന്നിട്ട് റിസർച്ച് നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള തെളിവ് കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ നമ്മൾ കണ്ടെത്തുന്നതാണ് ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുകയാണ് തേർഡ് സ്റ്റെപ്പ്. Fourth step, preparing a research design or designing experiments. After formulating hypotheses in respect of various aspects of the work, the researcher will be required to prepare a research design, that is a framework or plan for the study used as a guide in collecting and analyzing data. അതായത് ഡിസൈൻ ഉണ്ടാക്കുക. എന്തിനും നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാനെയാണ് നമ്മൾ വിളിക്കുന്നത് റിസർച്ച് ഡിസൈൻ. അപ്പൊ എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകണം, ഈ ഗവേഷണത്തിന്റെ രീതി എങ്ങനെയായിരിക്കണം, എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എന്ന് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഡിസൈൻ ചെയ്ത് വെക്കണം. നമ്മൾ എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കും, ഏത് രീതിയിലായിരിക്കും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോണേ, എക്സ്പെരിമെന്റിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവച്ചാലാണ് നമ്മുടെ എക്സ്പെരിമെന്റ് റെഡി ആവുക, ഇതൊക്കെയാണ് റിസർച്ച് ഡിസൈനിൽ വരുന്നത്. The next step is collecting the data. Once the research design is prepared, the next step in research is collecting relevant data for subsequent analysis and conclusion. This forms the first part in implementing the research design and is in fact the major time-consuming part of research work. റിസർച്ച് വർക്കിലെ ഏറ്റവും സമയം എടുക്കുന്ന ഒരു സാധനമാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഡേറ്റ കളക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അത് എക്സ്പെരിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സർവേ നടത്തണം. അപ്പൊ അതിന് കുറെ സമയം എടുക്കും. എക്സ്പെരിമെന്റ് നടത്തി കിട്ടാൻ, അതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്ത് കിട്ടാനൊക്കെ കുറെ സമയം എടുക്കും. അപ്പൊ കളക്ടിങ് ഡേറ്റ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല, അത് ഏറ്റവും വലിയ ഭാഗം അല്ലെങ്കിൽ വിലപ്പെട്ട ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡേറ്റ അനാലിസിസ്, statistical analysis of experimental data. After collecting data, a researcher processes and analyzes the data which can be regarded as the fruits of the researcher's hard work. This is done in accordance with the outline laid down for the purpose in the research design. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ്. നമ്മൾ ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സ്പെരിമെന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡേറ്റ എന്താണെന്ന് നമ്മൾ നോക്കും, അനലൈസ് ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ കൂടെ ഉപയോഗിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിലെ പല പാരാമീറ്റേഴ്സും നമുക്ക് റിസർച്ചിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാവുന്നതാണ് മീൻ, മീഡിയൻ, മോഡ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് കുറെ ഡേറ്റാസ് അല്ലെങ്കിൽ വാല്യൂസ് വരും. അപ്പൊ ഏതൊക്കെ വാല്യൂസ് കളയണം, ഏതൊക്കെ വാല്യൂസ് എടുക്കണം, അതൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അത് പറഞ്ഞു തരിക. ഏതൊക്കെയാണ് എടുത്താലാണ് അത് ശരിയാവുക,
നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈപ്പോത്തസിസ് തെറ്റായും പോവാം. തെറ്റായതിന് റീസൺ എന്താണ്, ഇതിനൊക്കെ ഡേറ്റ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് പറ്റിയ സോഫ്റ്റ്വെയർസ് ഒക്കെ നിലവിൽ ഇന്ന് ഒത്തിരി ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഡേറ്റ അനാലിസിസ് സ്റ്റെപ്പിൽ. The next step is interpretation of the result. After collecting and analyzing the data, the next stage involves interpretation of the results of analyzation. Interpretation refers to the task of drawing inferences from the collected facts after an analytical or experimental study. ഇനി ഡേറ്റ കിട്ടി, ടാബുലേറ്റ് ചെയ്തു, കളക്ട് ചെയ്തു, അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. റിസൾട്ട് കണ്ടിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ തെളിവ് എന്ന് പറയാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഇന്റർപ്രറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രം വരച്ചു. എന്നിട്ട് ആ പൈ ഡയഗ്രത്തിന്റെ മീനിങ് എന്താണെന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്നാണ് ഈ റിസർച്ച് വായിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുള്ളൂ, എന്താണ് ഉദ്ദേശിക്കണേന്ന്. അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാനുള്ള തെളിവായോ എന്ന് മറ്റുള്ളവർക്ക്, വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് ഈ ഇന്റർപ്രറ്റേഷൻ ഓഫ് റിസൾട്ട്സിലൂടെയാണ്. The next step is discussion of results. The term discussion describes the process in which the researcher derives and provides an explanation as a significance of the interpreted results of the work. ഇപ്പൊ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ചർ എങ്ങനെയാണ് ഈ റിസൾട്ടിലേക്ക് എത്തിയത്, ഈ ഇന്റർപ്രിട്ടേഷൻ എന്തായിരിക്കും റീസൺ, അതിനെയാണ് നമ്മൾ എന്താ പറയാ ഡിസ്കഷൻ ഓഫ് റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോത്തസിസ് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ശരിയായി, ഹൈപ്പോത്തസിസ് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഡിസ്കഷൻ ഓഫ് റിസൾട്ട്സ്. The last step in research is reporting or presenting project report, presenting papers at seminars or publishing papers in scientific journals. Reporting refers to the methodical preparation of a report of the results of the research findings and then sharing them with other people in the scientific community. The systematically prepared report is usually presented for peer review or presented at a conference or seminar or symposium of scientists or published in a scientific journal. അപ്പൊ നമുക്ക് റിസൾട്ട് ഒക്കെ ആയി, നമ്മൾ അതിന്റെ റിസൾട്ടിന്റെ ഡിസ്കഷനും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ഇത് മൂടി ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇത് എന്താ പറയുക, സമൂഹത്തിലേക്ക് തുറന്നു കൊടുക്കണം. സമൂഹത്തിലേക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിന് റിപ്പോർട്ടാക്കണം. റിപ്പോർട്ടാക്കിയാലാണ് മറ്റുള്ളവർക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ. റിപ്പോർട്ടാക്കിയാൽ മാത്രം പോരാ, ഇത് നമ്മൾ എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യണം. സയന്റിസ്റ്റുകൾ വരുന്ന, അല്ലെങ്കിൽ നല്ല പണ്ഡിതരുള്ള ഒരു സദസ്സിൽ കൊണ്ട് ഇതിനെ പ്രസന്റ് ചെയ്യണം. എന്നാലാണ് ഇത് എല്ലാവരും അറിയുള്ളൂ. ഇത് സമൂഹത്തിന് ഒരു ഗുണകരമായിട്ട് മാറണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്രസന്റേഷനും കൂടി നടത്തണം. അപ്പൊ പിയർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ നല്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ വായിക്കാൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പിയർ റിവ്യൂ എന്ന് പറയുന്നത്. ഒരു സയന്റിസ്റ്റ് ആണ് റിസർച്ച് ചെയ്തെങ്കിൽ ആ സയന്റിസ്റ്റ് വേറെ സയന്റിസ്റ്റുകൾക്ക് ഇത് വായിക്കാൻ കൊടുക്കുകയാണ്. അതിനെയാണ് പിയർ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ പിയർ റിവ്യൂ നടത്തി കഴിയുമ്പോ എന്താ പറയാ, ഇതുപോലെയുള്ള സയന്റിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാക്കാം നമ്മുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കറക്റ്റ് ആയിരുന്നു എന്ന്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു കോൺഫറൻസ്, ഇങ്ങനെ ഒത്തിരി കോൺഫറൻസുകൾ ലോകത്ത് ആകമാനം നടക്കുന്നുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും. അവിടെ കൊണ്ടുപോയി നമുക്ക് ഇതിനെ പ്രസന്റ് ചെയ്യാം. അപ്പൊ അവിടെ എന്താ പറയാ, വലിയ സയന്റിസ്റ്റുകൾ ഉണ്ടാവും, ഈ ടെക്നോളജിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, പിന്നെ പ്രസ്, മീഡിയ അവരൊക്കെ ഉണ്ടാവും. അവരിത് റിപ്പോർട്ട് ചെയ്യും. ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് അറിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ലോകം മൊത്തം അതും അറിയും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാം. ഒത്തിരി വിലപ്പെട്ട നല്ല നല്ല ആർട്ടിക്കിൾസ് മാത്രം വരുന്ന ഒത്തിരി ജേർണൽസ് ലോകത്താകമാനമുണ്ട്. അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലോകം അറിയാതിരിക്കില്ല. അപ്പൊ അവിടെ അറിയിക്കുക, ലോകത്തെ അറിയിക്കുക. അതാണ് ഈ റിപ്പോർട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിപ്പോർട്ടിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഗവേഷണം എന്ന് പറയുന്നത് പൂർണ്ണമാവുള്ളൂ. ഈ 3 സ്റ്റെപ്സിലൂടെ കടന്നു പോയാലാണ് ഒരു സയന്റിഫിക് റിസർച്ച് അവസാനിക്കുള്ളൂ.
അപ്പൊ ഇതാണ് സ്റ്റെപ്സ് ഓഫ് സയന്റിഫിക് റിസർച്ച്. ഇതിലെ ഓരോ സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ നീങ്ങുള്ളൂ. പിന്നെ അവസാനത്തെ റിപ്പോർട്ടിങ്ങിലും ഈ എല്ലാ സ്റ്റെപ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് നമ്മളെ റിപ്പോർട്ടിൽ നമ്മൾ വർക്ക് ചെയ്തത് എല്ലാം ഉണ്ടാവണം. നമ്മൾ എന്ത് മെത്തഡോളജിയാണ് അഡോപ്റ്റ് ചെയ്ത് അതുണ്ടാവണം. നമ്മുടെ വർക്കിന്റെ ഡേറ്റ കളക്ഷൻ എങ്ങനെ നടത്തിയത്, ഡേറ്റ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത്, ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് നമ്മൾ അതിന് ഉപയോഗിച്ചത്, ഇനി നമ്മൾ എങ്ങനെയാണ് ആ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്തത്, നമ്മുടെ ഹൈപ്പോത്തസിസ് അംഗീകരിക്കപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനുള്ള തെളിവുണ്ടോ ഇല്ലയോ, ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ കൂടെ റിപ്പോർട്ടിൽ അതിന് പറ്റിയ അപ്പൻഡിക്സ്, അതായത് ടേബിള്, ഫിഗേഴ്സ്, ഗ്രാഫ് ഒക്കെ അതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടാവണം. അങ്ങനെ നമുക്ക് ഈ മെയിൻ റിപ്പോർട്ടിനെ ഒത്തിരി ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾക്ക് ഇതിനെയാണ് നമ്മൾ തീസിസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത വർക്കിനെ നല്ലവണ്ണം വിവരിച്ചു വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ തീസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിസർച്ച് നടത്തി കഴിഞ്ഞ ഏതൊരാളും എഴുതേണ്ട ഒരു കാര്യമാണ് തീസിസ്. അത് ഒരു ചെറിയ ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ പ്രോജക്ട് റിപ്പോർട്ട് എന്ന് വിളിക്കും. വലുതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ തീസിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ പ്രോജക്ട് റിപ്പോർട്ടും തീസിസും ഒക്കെ ഏകദേശം സെയിം ആണ്, ഒരേ രീതിയിൽ തന്നെ പോകുന്നതാണ്. അപ്പൊ ഇത് നന്നായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എവിടെയെങ്കിലും ഒരു എന്താ പറയാ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളുടെ മുമ്പിൽ നമുക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമാണ് ഗവേഷണം പൂർത്തിയാവുന്നുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദി സ്റ്റെപ്സ് ഓഫ് scientific research. Thank you.